പേഷ്യൻസ് പുറത്ത് പറയാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പൈൽസ്. പൈൽസിന്റെ ബുദ്ധിമുട്ട് പേഷ്യൻസ് പുറത്ത് പറയൂല, കാരണം അവർക്ക് ഒരു വളരെ ബുദ്ധിമുട്ടാണ് പേഷ്യൻസ് ഡോക്ടർ വന്ന് പറയാൻ തന്നെ. ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെയാണ് പറയാം. ഇപ്പോൾ അടുത്തൊരു ലേഡി വന്നിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്, പക്ഷെ അവരുടെ ഉമ്മയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഡോക്ടറെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. കാരണം എന്താണ്, അതിങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ പറയാം, ഡോക്ടർ ഇപ്പോൾ 3-4 മാസമായി ഈ പ്രയാസം, ഇപ്പോൾ ഇരിക്കാനോ കിടക്കാനോ വേറൊരു അസുഖം പോലെയല്ല. പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം കിടക്കുന്ന സമയത്ത്, പ്രസവമാകുന്ന സമയത്ത് പെയിന് കൂടും, നിൽക്കുന്ന സമയത്തോ വീണ്ടും പെയിന് കൂടും, ഇരിക്കാനോ യാതൊരു കാരണവശാലും ഇരിക്കാനും പറ്റില്ല. അപ്പം നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖമാണ് പൈൽസ്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ നമുക്കത് വളരെ എളുപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് പൈൽസ് വരുന്നതെന്നും പൈൽസിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ, ഇപ്പം കേരളത്തിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഇപ്പോൾ ദൂരത്തുള്ള വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ പൈൽസ് നമുക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൈൽസിനുള്ള ഹോം റെമഡീസും എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങൾ, എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസിൻ. പൈൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കൃത്യമായിട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഡീഹൈഡ്രേഷൻ. അതായത് കൃത്യസമയത്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ ലഭ്യത കുറവ്. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യൻ ശരാശരി 2 മുതൽ 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. കാരണം എന്താണ്, നമുക്കൊക്കെ ഒരു ഏജ് 60, വെയിറ്റ് 60 എബോ ആയിരിക്കും. 60 എബോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, 2 മുതൽ 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. വെള്ളം കൂടി കുറയണ സമയത്ത് നോർമലി എന്ത് ചെയ്യും, ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, അതായത് കൃത്യമായിട്ട് ഡ്രൈ സ്കിന്ന്, അതുപോലെ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതേ ബുദ്ധിമുട്ട് എന്ത് ചെയ്യും, മലത്തിലും കാണാൻ പറ്റും. മലം ഹാർഡാവാൻ തുടങ്ങും. രണ്ടാമത്തുള്ള ഏറ്റവും പ്രശ്നമാണ് സ്ലീപ്പ്, ഇറഗുലർ ആയിട്ടുള്ള ഉറക്കം. കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് നോർമലി ഇപ്പം നമ്മൾ ഒരു 10-11 മണിക്ക് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് വൈകിട്ട് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും ഡയറക്റ്റ് കണ്ടുവരുന്നത്. ഇതേ പ്രശ്നം നമുക്ക് റംസാന് ശേഷം കൂടുതലായിട്ട് വരാനുള്ള കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. കാരണം നമ്മൾ 7 മണിക്ക് ശേഷം ഉറങ്ങുകയാണെങ്കിൽ, അല്ല 6 മണിക്ക് ശേഷം ഉറങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മോഷൻ ഉണ്ടാവില്ല. മോഷൻ ഇല്ലാതെ എന്ത് ചെയ്യും, മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടികൾക്ക് വിശപ്പിൻ്റെ ടെൻഡൻസി ഉണ്ടാവില്ല. നോർമലി ഒരാൾക്ക് ഒരു ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ മിനിമം ഒരു 1 to 2 hours എങ്കിലും വേണം. ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, ഉദാഹരണം സ്കൂൾ വണ്ടി വരിക, അല്ലെങ്കിൽ യാത്ര, കോളേജിൽ ഓഫീസിൽ പോണ തിരക്കിൽ എന്തായിരിക്കും, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക ചെയ്യുക. പക്ഷേ ഇത് ലോങ് ടൈം വരെ, അത് ലഞ്ച് ബ്രേക്ക് വരെ എന്താണ്, അവർ ഫാസ്റ്റിങ്ങിലേക്ക് മാറുകയാണ്. ഈ ലോങ് ടൈം എന്താണ്, നമ്മുടെ ബോഡിയുടെ ഏത് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, അത് ഇറഗുലർ ആയിട്ടുള്ള സമയത്ത് ഫുഡ് ഇൻടേക്ക് വരുന്ന സമയത്ത് പതിയെ അതെന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയും പിന്നീടുള്ള ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസം. നമുക്കറിയാൻ പറ്റും, നല്ല ചൂടുള്ളൊരു വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചായയോ കോഫി ഉണ്ടാക്കാൻ പറ്റും. അത് തണിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി വെച്ചതിന് ശേഷം, നോർമൽ വാട്ടറും കൂടി വെച്ചതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിലോ ഒരിക്കലും അത് പോസിബിൾ അല്ല. അതേ അവസ്ഥ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പതിയെ വീക്കാക്കാൻ തുടങ്ങും. പിന്നീട് എന്താണ്, ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാൻ പറ്റും, ഒരു ടിഫിൻ ബോക്സിൽ നമ്മളൊരു ഫുഡ് വാങ്ങിച്ചിട്ട് അത് കൃത്യമായ രൂപത്തിൽ, ഇപ്പം സാറ്റർഡേ വെച്ച് മറന്നുപോയി, മൺഡേ നമ്മൾ ഓഫീസ് കൊണ്ടുപോകാൻ വേണ്ടി ടിഫിൻ ബോക്സ് ഓർക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണ്, എല്ലാ സാധനത്തിൻ്റെയും സെക്കൻഡ് എന്ന മെത്തേഡ്, നൊട്ടിഫിക്കേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യും. ഫെർമെൻറ്റേഷൻ സംഭവിക്കുക, അതായത് ചീഞ്ഞളിയാൻ തുടങ്ങും. അതോടുകൂടി എന്താ, ബാക്ടീരിയൽ ആക്ടിവിറ്റി നടന്നുകൊണ്ട് തുറക്കുന്ന സമയത്ത് ഗ്യാസ് ഫോം ചെയ്യും. ഇതുപോലെ കൃത്യമായ രൂപത്തിൽ മലം ശരീരത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഫെർമെൻറ്റേഷനും ഗ്യാസും അബ്ഡമിനൽ ഡിസ്കംഫർട്ടും വയറിന് ബുദ്ധിമുട്ടും ടോട്ടലി എല്ലാ കാര്യങ്ങൾക്കും പ്രയാസമായിരിക്കും. ഇതിൻ്റെ വേറൊരു പ്രശ്നമായിട്ട് വരുന്നതാണ് എന്താണ്, ബാഡ് ബ്രീത്ത്. മാത്രം ശ്രദ്ധിക്കൂല, വായനാറ്റം. നമ്മൾ ടെമ്പററി സൊല്യൂഷൻ കൊണ്ട് നോക്കും, പക്ഷെ ഇതിൻ്റെ ബേസിക് റീസൺ കിടക്കുന്ന എന്താണ്, വയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. വയറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്താണ്, മദർ ഓഫ് ഡിസീസ് എന്നാണ്. അബ്ഡമിനായിട്ട് കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് മദർ ഓഫ് ഡിസീസ് എന്നാണ്. കാരണം എല്ലാത്തിൻ്റെയും, എല്ലാ അസുഖങ്ങളുടെയും ബേസിക് റീസൺ, അല്ലെ ഒറിജിൻ എന്താണ് വരുന്നത്, വയറുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ മോഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ മോഷൻ നമുക്ക് കൃത്യമായിട്ട്, മോർണിംഗിൻ്റെ ഉറക്കം അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഉണ്ടാവുന്ന കാര്യമാണ്, നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് കോമൺ ആയിട്ട് അറിയാൻ പറ്റും, ബാത്റൂമിൽ മൊബൈൽ കൊണ്ട് പോകുന്ന അവസ്ഥ, അല്ലെ ബാത്റൂമിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത്. അപ്പോൾ കൂടുതൽ സമയം, നോർമലി ഒരു 2 to 5 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട സാധനം എന്ത് ചെയ്യും, ഫോണിൽ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ നോക്കും, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ബുക്കോ ന്യൂസ് പേപ്പറോ വായിക്കുന്ന സമയത്ത്
കൂടുതലായിട്ട് ആനുവൽ പ്രഷർ വരാൻ തുടങ്ങും. നമുക്കൊക്കെ അറിയാം എന്താണ് പൈൽസ് എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിന് പോലെയാണ്. വെരിക്കോസ് വെയിൻ നമുക്കറിയാം ഇന്റേണലി ഉണ്ടാവും, എക്സ്റ്റേണലും ഉണ്ടാവും. വെരിക്കോസ് എന്താണ്, അത് വീർത്ത് വരുന്ന അവസ്ഥയാണ്. അതുപോലെ ആനൽ വെയിൻസിന് പ്രഷർ വന്നിട്ട് അത് കൂടുതലായിട്ടും പ്രഗ്നൻസിയിൽ കാണാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. വെയിറ്റും പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ആനൽ വെയിൻസ് വീർക്കാൻ തുടങ്ങും. ഇതാണ് നമ്മൾ പൈൽസ് ആയിട്ട് വന്നത്. കൂടുതൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ പ്രഷർ കൂടുകയും അവിടെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ മൊബൈലിൻ്റെ ഉപയോഗം ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യലോ ഒഴിവാക്കുകയോ ചെയ്ത് എന്താവും, പതിയെ പതിയെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാറി കിട്ടും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫുഡിൻ്റെ, നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. നമുക്കൊക്കെ അറിയാം എന്താണ്, നമ്മളെല്ലാം ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു ചേഞ്ചസ് എടുത്തി കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷൻസും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡാണെങ്കിൽ എന്ത് ചെയ്യുക, നൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഒരു 60 to 70%. നമ്മൾ ഐഡിയലായിട്ട് ഫുഡ് പ്ലേറ്റിൽ പറയുന്നത് വെജിറ്റബിൾസ് പറയൽ 30 to 45% ആണ്. പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ ജങ്ക് ഫുഡ് മോഡലിൽ ഹെവി ഫുഡാണ് കൂടുതലായിട്ട് മീറ്റുള്ള കഴിച്ചതെങ്കിൽ, ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഫുഡാണ് കഴിച്ചെങ്കിൽ നൈറ്റ് ഫുഡ് ഷിഫ്റ്റ് ചെയ്യാം. ഒരു 60 to 70 അല്ലെങ്കിൽ 70 to 80% കൂടുതൽ ഡൈജസ്റ്റീവ് സഹായിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, സ്മൂത്തായിട്ട് മോശം പോകും. നമ്മൾ തന്നെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യമാണ് നമ്മൾ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താവും, വയറിലുള്ള നല്ല ബാക്ടീരിയ നശിപ്പിക്കും, പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കില്ല, ഗ്യാസ് ഫോർമേഷൻ ആയിരിക്കും. ഇത് കോൺസ്റ്റിപ്പേഷന് കാരണമാവും. ഈ കോൺസ്റ്റിപ്പേഷനാണ് പൈൽസിൻ്റെ അടിസ്ഥാന കാരണം. ഇപ്പോൾ പൈൽസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ അഥവാ ശോധന കുറയുന്ന ഒരു ഘട്ടം തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നതുകൊണ്ടാണ്. എന്തൊക്കെ കാരണങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞതിന് പുറമെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ആ പ്രയാസങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽസിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടാണ് പൈൽസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം പുറമേ ഉള്ളതും ഉള്ളിൽ വെരിക്കോസ് വെയിൻ പോലെ വെരിക്കോസ് വെയിൻ ഇന്റേണലുണ്ട്, പുറത്തുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രേഡുകൾ നോക്കുകയാണെങ്കിൽ അത് 4 തരത്തിലാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ഫോർത്ത് ഗ്രേഡ്. ഇതിൽ ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ പറയണത് പിന്നെ ഇന്റേണൽ ആയിരിക്കും അതിൻ്റെ സ്വെല്ലിങ് ഉണ്ടാവുക. പെയിനോ ബുദ്ധിമുട്ടോ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു പ്രയാസം മലം പാസ് ചെയ്യുമ്പോൾ പോലും ഉണ്ടാവില്ല. ചില സമയത്ത് മേ ബി ബ്ലീഡിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ കേസ് എന്താണ്, ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ അത് പുറത്ത് വരും, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് പോകും. മൂന്നാമത്തെ കേസ് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും, പക്ഷെ അത് ഉള്ളിലേക്ക് പോകണമെങ്കിൽ പ്രഷർ ചെയ്തുകൊണ്ട് പോകണം. അതോടൊപ്പം നല്ല ഇറിറ്റേഷനും പെയിനും ഉണ്ടാവും. 4ാമത്തെ ഗ്രേഡ് അത് പുറത്ത് തന്നെ വരും, പിന്നീട് നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും അത് ഉള്ളിലേക്ക് പോകില്ല. സിവിയർ പെയിൻ ആയിരിക്കും, സിവിയർ ബ്ലീഡിങ് ആയിരിക്കും. ഈ 4 ഗ്രേഡായിട്ടാണ് നമ്മൾ പൈൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് സൈൻ ആൻഡ് സിംറ്റംസ്, അതായത് പൈൽസ് വരുന്നതിന് മുമ്പ് നമുക്ക് ബോഡി കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പൈൽസ് വരുന്നതിന് മുമ്പ് ബോഡി കാണിക്കുന്നത് ഇറിറ്റേഷനാണ്. ഒരു പിന്നെ ആനൽ, അതായത് മലദ്വാരത്തിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പുകച്ചിലുകളും കാണും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചൊറിച്ചിലുണ്ട്. ചില പേഷ്യൻസ് ഒന്നും അറിയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ഈ കൃമിയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ട് ചൊറിച്ചിലുണ്ട്. അപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അത് പൈൽസിൻ്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ മനസ്സിലാക്കുക എന്താണ്, ചൊറിച്ചിലുണ്ടാകുമ്പോൾ വീട്ടിൽ കുട്ടികളുണ്ട്, കൃമിയുടെ ബുദ്ധിമുട്ട് എനിക്ക് വന്നാന്നുള്ള മനസ്സിലാക്കും. പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ കോൺസ്റ്റിപ്പേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മലം പോകുമ്പോൾ പ്രഷർ കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, പൈൽസ് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇനി പൈൽസ് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാം എന്താണ്, സിവിയർ ബ്ലീഡിങ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല, നല്ല പ്രഷറായിരിക്കും ബാത്റൂം പോകുമ്പോൾ, പക്ഷെ അത് ചെറിയ പെയിൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്തായിരിക്കും, പെയിൻ ഒന്നും ഉണ്ടാവില്ല, ബ്ലീഡിങ് മാത്രമായിരിക്കും. ചില പേഷ്യൻസിന് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ കിടക്കാനുള്ള ബുദ്ധിമുട്ട്, സിവിയർ ആവുന്ന അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ബാത്റൂം പോയി കഴിഞ്ഞാലുള്ള ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, ഫ്രഷ് കളറുള്ള ബ്ലീഡിങ്. പിന്നീടുള്ളതാണ് നമുക്ക് ഉണ്ടാകുന്ന ദേഷ്യം, ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ പറഞ്ഞ കാര്യങ്ങൾ പൈൽസിൻ്റെ പ്രസന്റ് ലക്ഷണം. അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും, ചെറുതായിട്ട് ഡ്രോപ്പായിട്ട് പോകും. യൂറിൻ ട്രാക്ക് ഇൻഫെക്ഷൻ പോലെ, അല്ലെങ്കിൽ യൂറിൻ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് പോലെ ഡ്രോപ്പായിട്ട് മാത്രമേ പോകുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പൈൽസ് ഉള്ള സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും ലാക്സേറ്റീവ് ഉപയോഗിക്കരുത്. കാരണം ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ട്, അത് കോംപ്ലിക്കേഷൻ. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഇപ്പം ഈ ഡയറിക്ക് ശേഷം
അല്ലെ ഫുഡ് ഇൻഫെക്ഷന് ശേഷം അവർക്ക് പൈൽസിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ലാക്സേറ്റീവ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പൈൽസിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇസ്പഗോളാണ്. ഇസ്പഗോളിന് ഡെയിലി 1 ടീസ്പൂൺ അര ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് മലം ഹാർഡ് ആവുന്നതിന് പകരം സോൾബിൾ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് സ്മൂത്തായിട്ട് അതിന് വേറെ മറ്റുള്ള ലാക്സേറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇസ്പഗോളും ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് നല്ല മലം പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമതൊരു കാര്യമാണ് എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ ഒലീവിൻ്റെ ഓയിൽ, അതായത് ജെയ്ത്തുൻ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഉപയോഗിക്കുക എന്നുള്ളത്. പേടിക്കേണ്ട ആവശ്യമില്ല, കൊളസ്ട്രോൾ ഇല്ലാത്തതാണ്. അത് പിന്നെ വളരെ ഹെൽത്തിയാണ്, കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സാധനമാണ് നമുക്കൊക്കെ അറിയാം അത്തിപ്പഴം. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ യുനാനി മെഡിസിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈൽസിന് കൊടുക്കുന്ന മെഡിസിനാണ്. അതിൻ്റെ കണ്ടന്റ് കൂടെയുള്ളതാണ് അത്തിപ്പഴം. ഈ അത്തിപ്പഴം നമ്മൾ ഡെയിലി ഒരു 3 എണ്ണം വെച്ച് രാവിലെയും 3 വൈകിട്ടും, ഏറ്റവും ബെറ്റർ എന്താണെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളത്തോടു കൂടി കഴിക്കലാണ് ഏറ്റവും ബെറ്റർ. മോർണിംഗിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുക, അതുപോലെ രാവിലെ ഇട്ട് വെച്ചിട്ട് രാത്രിയും കഴിക്കുക. നല്ല എഫക്റ്റീവാണ്. ഈ രൂപത്തിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളും വെള്ളവും നമ്മുടെ പിന്നെ ഈ പറഞ്ഞ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ സ്ലീപ്പും പേഴ്സണൽ ഇഷ്യൂസും നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈൽസ് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ചില പേഷ്യൻസ് ചോദിക്കാം, ഡോക്ടർ അത് പൈൽസ് തിരിച്ചു വരില്ലേ? നമ്മളിപ്പോൾ വണ്ടിയുടെ ഒരു ടയർ പഞ്ചർ അടക്കണ പോലെ തന്നെ അതേ റൂട്ടിൽ കൂടെ പോയാൽ എന്ത് ചെയ്യും? വീണ്ടും ടയർ പഞ്ചറാവും. അപ്പോൾ അതുപോലെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് പൈൽസ് വന്നത് അതിൻ്റെ കാരണം കണ്ടെത്തി അത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ പൈൽസ് വീണ്ടും വരും. അത് 100% ശരിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈൽസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പൈൽസുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷനും സംശയങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.